السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. اتقوا الله عباد الله. സ്നേഹനിധികളായ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മാന്യരായ ശ്രോതാക്കളെ, നമ്മയൊക്കെ സൃഷ്ടിച്ച് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഏകനും ആരാധനയ്ക്ക് അർഹനും അത്യുത്തമമായ നാമഗുണവിശേഷങ്ങളുടെ ഉടമസ്ഥനുമായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ നാനാഭാഗങ്ങളിലും സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ബലവത്തായി ഉപദേശിക്കുന്നു. സൂചിച്ച് നരകാഗ്നിയിലും അകറ്റപ്പെട്ട് വിചാരണ കൂടാതെ തന്നെ എന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ മഹാഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാട്ടെ. ആമീൻ. അതിനായി വിശുദ്ധ ഖുർആൻ അർത്ഥത്തോടുകൂടി വായിച്ചു പഠിച്ച് അതിൻ്റെ തഫ്സീറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും പഠിച്ചറിഞ്ഞുകൊണ്ട് നബിയും സഹാബത്തും ഏകോപിച്ച മാർഗം അത് ജീവിത പ്രാപ്തിമാക്കി മറ്റുള്ളവർക്കും കൂടി പഠിപ്പിച്ചു കൊടുക്കുക എന്ന കാര്യം ഫറളാവുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ബല്ലിഗുനി വലായ, എന്നിൽ നിന്നും ഒരായത്തെങ്കിലും നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. തൊലബൽ അൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമും മുസ്ലിമ. ഇൽമ് പഠിക്കുക എന്നുള്ളത് ഓരോ ആണ് പെണ്ണിൻ്റെ മേലും നിർബന്ധമാകുന്നു. ഇൽമ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനും തിരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളുമാകുന്നു. അതാണ് ഇൽമ്. ഖുർആനും ഹദീസും പഠിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തെ പാഠ്യമാക്കി മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കൽ ഫറളാകുന്നു എന്നുള്ള കാര്യമാണ് ഒന്നാമതായി നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തുന്നത്. സൂറത്ത് അൽ ഇംറാൻ 31 ആയത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത്. അല്ലാഹു ഇൽമ പഠിക്കുവാൻ നമുക്ക് സൗഭാഗ്യം നൽകട്ടെ. ആമീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. നബിയെ പറയുക, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ പിന്തുടരുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാനായി അള്ളാഹു കൽപ്പിക്കുന്നു. ഖുൽ, പറയുക പ്രവാചകരെ, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ
ഫത്ബിഉനി, എന്നെ നിങ്ങൾ പിന്തുടരുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി ജീവിക്കണം. എന്തൊക്കെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃക കാണിച്ചു തരുന്നു അത് അപ്പടി സ്വീകരിക്കുക. മാതാക്കും റസൂൽ ഫഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നത്, പഠിപ്പിച്ചു തന്നത്, അത് ജീവിതത്തിൽ ബാക്കിയാക്കുക. നഹാക്കും അൻഹു ഫന്തഹു, എന്തൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചത് അതിൽ നിന്ന് വിട്ടു നിൽക്കുക. അതാണ് ഇത്തിബാ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി ജീവിക്കൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകാ ജീവിതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച് മാതൃക കാണിച്ചു കൊടുത്തു. ഏത് പ്രകാരം? സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എപ്രകാരമാണോ നമസ്കരിച്ച് കാണിച്ചു തന്നു അപ്രകാരം നിങ്ങൾ നമസ്കരിക്കുക. നമസ്കാരം മുതൽ ഹജ്ജ് വരെയുള്ള കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാർക്ക് മാതൃകയായി ജീവിച്ചു കാണിച്ചു കൊടുത്തു. ഹജ്ജ് ആണല്ലോ അവസാനമായി നമുക്ക് നിർബന്ധമാക്കിയത്. ഖുദൂ മനാസികക്കും മിന്നി, നിങ്ങൾ ഹജ്ജ് കർമ്മങ്ങൾ എന്നിൽ സ്വീകരിക്കുക. അക്കാര്യമാണ് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടിയും പ്രാധാന്യത്തോടു കൂടിയും പഠിച്ചറിയേണ്ടത്, മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിൽ പ്രാപ്തമാക്കേണ്ടത്. ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. ആവർത്തിച്ച് പറയുക എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ് പഠന ക്ലാസ്സാണ്. പറഞ്ഞു പോവുക എന്നുള്ളതല്ല. നമ്മൾ ലക്ഷ്യം സാധാരണക്കാർക്ക് നൽകുന്ന സന്ദേശങ്ങളാണ്. ഒരു മദ്രസാധ്യാപകന് ഒരു വിദ്യാർത്ഥിക്ക് പഠിക്കാൻ വേണ്ടി എപ്രകാരമാണോ ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കുന്നു അപ്രകാരം ആവർത്തിച്ച് കേൾപ്പിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ശ്രോതാക്കളുടെ ശ്രദ്ധ ഈ വിഷയത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ലക്ഷ്യം. ഒരു കോളേജ് ലെക്ചർ അടിച്ച് പോകുന്ന പോലെയല്ല. ഒരു മദ്രസാധ്യാപകൻ ഒരു കുട്ടിയെ എപ്രകാരമാണോ ദീനി കാര്യങ്ങൾ ചെറു ക്ലാസുകളിലൂടെ ആവർത്തിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നു അപ്രകാരം ഉള്ള ഒരു പഠന ക്ലാസ്സാണ് നമ്മുടെ ക്ലാസ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പറഞ്ഞത് ആവർത്തിക്കേണ്ടി വരും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പറഞ്ഞ കാര്യം അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുന്നു, നബിയെ പറയുക, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ പിന്തുടരുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുക. ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, പറയുക ഇൻ കുൻതും നിങ്ങളാണെങ്കിൽ തുഹിബ്ബൂനല്ലാഹ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഫത്തബിഊനി എന്നെ പിൻപറ്റുക, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക. എല്ലാ പ്രവാചകന്മാരും ജനങ്ങളോട് പറഞ്ഞ പ്രബോധനത്തിൻ്റെ സുപ്രധാനമായ ഒരു കാര്യമാണത്. ഫത്തഖുല്ലാഹ വഅതിഊനി, അല്ലാഹുവിനെ സൂക്ഷിക്കുക, എന്നെ പിൻപറ്റുക. വേദഗ്രന്ഥങ്ങൾ നൽകുന്ന സന്ദേശങ്ങൾ കേട്ട് പഠിക്കുക. പിന്നീട് ആ വേദഗ്രന്ഥം അനുസരിച്ച് എപ്രകാരമാണോ അള്ളാഹുവിൻ്റെ വഹി പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനകൾ, കർമ്മങ്ങൾ ജീവിതത്തിൽ പാത്തിമാക്കി മാതൃക കാണിച്ചു വന്നോ അപ്രകാരം ജീവിതത്തിൽ മാതൃകയായി നാം സ്വീകരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ മാറ്റി നിർത്തിക്കൊണ്ട് ഖുർആനിൽ നിന്നും ഓതിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയില്ലാതെ കർമ്മങ്ങൾ ചെയ്താൽ യഥാർത്ഥ മാർഗത്തിൽ എത്തുകയില്ല. എല്ലാ ആയത്തുകളും അവതരിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ്. അതുകൊണ്ട് തന്നെ
ഒരായത്തും അടിസ്ഥാനത്തിൽ എന്തൊക്കെ പഠനങ്ങളാണ് അതിൽ നിന്നും പഠിച്ചെടുക്കേണ്ടത്, എന്തൊക്കെ കർമ്മങ്ങളാണ് അതിൽ പാർത്യമാക്കേണ്ടത് എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആ മാതൃകയാണ് നാം സ്വീകരിക്കേണ്ടത്. അത് മാറ്റി നിർത്തിക്കൊണ്ട് ഖുർആനിൽ നിന്നും ആയത്തോതിക്കൊണ്ട് ഖുർആനോ ഹദീസോ തെളിവില്ലാതെ വല്ലവരും തഫ്സീർ എഴുതി പല ഇമാമിങ്ങൾ കിതാബ് എഴുതി വെച്ചു, ഖുർആൻ ഹദീസ് തെളിവില്ലാതെ എങ്കിൽ ആ തഫ്സീറുകൾ, ആ കിതാബുകൾ നാം സ്വീകരിക്കേണ്ടതില്ല. കിതാബുകൾ എഴുതാം, തഫ്സീറുകൾ എഴുതാം, പരമ്പരമായി ഖുർആനോ ഹദീസോ ഉണ്ടായിരിക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനെ സ്നേഹിക്കുക എന്നുണ്ടെങ്കിൽ പ്രവാചകനെ പിൻപറ്റി ആയിരിക്കും ജീവിക്കേണ്ടത് എന്ന് ചുരുക്കം. അങ്ങനെ ജീവിച്ചാലോ വയഗ്ഫിർ ലക്കും ദുനൂബക്കും, എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. അതോടുകൂടി വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി ജീവിച്ചാൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. അതോടുകൂടി യഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളെ പാപങ്ങളൊക്കെ തന്നെ അവൻ നിങ്ങൾക്ക് പുറത്തു വരും. ആര്? അള്ളാഹു ആ പാപങ്ങളൊക്കെ പുറത്തു വരും. അല്ലാഹു ഗഫൂർ റഹീം, അള്ളാഹു ഏറെ പെറുക്കുന്നവനും കനാഥ്യമാവുന്നു. قال رسول الله صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, പൂർവ്വസമൂഹം 72 തിരിഞ്ഞു, എൻ്റെ സമൂഹം 73 തിരിയും. എല്ലാവരും നരകത്തിലാവുന്നു. ഒരു സമൂഹം, ഒരു കക്ഷി ഒഴികെ സമൂഹം 72 കക്ഷികളായി തിരിഞ്ഞു. എൻ്റെ സമൂഹം 73 കക്ഷികളായി തിരിഞ്ഞു. എല്ലാ കക്ഷികളും നരകത്തിലാവുന്നു, 73 നരകത്തിലാവുന്നു. എല്ലാ മില്ലത്തും വാഹിദ, ഒരു മില്ലത്ത് ഒഴികെ, ഒരു കക്ഷികൾ ഒഴികെ. ആ കക്ഷി ആരായിരിക്കും? നിശ്ചയം പറഞ്ഞു, ഞാനും എൻ്റെ സഹാബത്തും ഏതോ ഒരു മാർഗത്തിലും ആ മാർഗം. മാ അന അലൈഹി വസ്ഹബി, ഞാനും എൻ്റെ സഹാബത്തും ഏതോ ഒരു മാർഗത്തിലും ആ മാർഗം. ആ മാർഗമാണ് അഹ്ലു സുന്നത്ത് ജമാഅത്ത്. അതാണ് നമ്മുടെ വിഷയം. വിശ്വാസം പറയുന്നത് ഇങ്ങനെയാണ്, തഫ്തരിഖ് ഉമ്മത്തി, എൻ്റെ ഉമ്മത്തികൾ, എൻ്റെ ജനത, എൻ്റെ സമൂഹം, സമുദായം ഭിന്നിക്കും. അല 73 മില്ല, 73 കക്ഷികളായി എൻ്റെ സമൂഹം ഭിന്നിക്കും. കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാവുന്നു. ഇല്ലാ മില്ലത്തും വാഹിദ, ഒരു മില്ലത്ത് ഒഴികെ, ഒരു കക്ഷി ഒഴികെ, ഒരു വിഭാഗക്കാർ ഒഴികെ. അവരാ വിശ്വാസമ്മ വിഷയിച്ചു മാ അന അലൈഹി വസ്ഹബി, ആ വിജയിച്ച കക്ഷി, സ്വർഗത്തിൻ്റെ കക്ഷി, നരകത്തിൽ രക്ഷപ്പെട്ട കക്ഷി. ഇതേ സംബന്ധിച്ച് വിശ്വാസമ്മ പഠിപ്പിച്ച് തരുന്നു. അതല്ല, അതെ, അഹ്ലു സുന്നത്ത് ജമാഅത്ത് എന്നെ സംബന്ധിച്ച് പഠിപ്പിച്ച് തരാണ്. മാ അന അലൈഹി വസ്ഹബി, ഞാനും എൻ്റെ സഹാബത്തും ഏതോ ഒരു മാർഗത്തിലും ആ മാർഗം. അപ്പം നബി സാഹിബ് ചോദിച്ച മാർഗമായിരിക്കണം നമ്മുടെ മാർഗം. അതാണ് യഥാർത്ഥ മാർഗം. അതാണ് അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് എന്ന് പറയുന്നത്. നബി സാഹിബത്തും ഏകോപിച്ച മാർഗം.
അതാണ് സ്വർഗത്തിലേക്കുള്ള മാർഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പരിചയപ്പെടുത്തിപ്പെടുന്നത്. അതിൽ പെടാത്ത കാര്യങ്ങൾ നല്ലത് എന്നുള്ള നിലയ്ക്ക് ഉണ്ടാക്കി ചെയ്താൽ ഷറൽ ഉമൂർ മതകാര്യം വെച്ച് ഷറായ കാര്യം മുഹ്ദാത്തുഹ പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയതാകുന്നു. അള്ളാഹു റസൂൽ പഠിപ്പിച്ച് തരാത്ത കാര്യങ്ങൾ. ഉദാഹരണമായി പറഞ്ഞാൽ മരിച്ചുപോയ മഹാന്മാരുടെ സഹായഭ്യർത്ഥന, വഫാത്തായ പ്രവാചകനോട് പാപം തേടൽ, അതേപോലെ തന്നെ പ്രയാസങ്ങൾ, ഞെരുക്കൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടാകുമ്പോഴേ ബദരീനെ രക്ഷിക്കണേ, മുജിച്ചയ്ക്ക് കാക്കണേ പോലെയുള്ള പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാപം തേടൽ എല്ലാ കാര്യങ്ങളും എന്താവുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയില്ലാത്ത കാര്യങ്ങളാവുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. കാരണം അത്തരം കാര്യങ്ങളൊക്കെ തന്നെ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്ന കാലഘട്ടത്തിൽ ചെയ്തു പോന്നിരുന്നു. അള്ളാഹു വഴിയുള്ളവരോട് മഹാന്മാരായി സങ്കല്പിക്കുന്നവരുടെ ബിംബങ്ങൾ ഉണ്ടാക്കി വെച്ച് ഇബ്രാഹിം നബി ഇസ്ലാമിൻ്റെയും ഇസ്മായിൽ നബി ഇസ്ലാമിൻ്റെയും പിന്നെ നൂഹ് നബി ഇസ്ലാമിൻ്റെ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് മറ്റുപോയ മഹാന്മാരുടെ ബിംബങ്ങൾ ഉണ്ടാക്കി വെച്ച് 360ഓളം ബിംബങ്ങൾ ഭാരതത്തിലുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് നേർച്ചകൾ അർപ്പിച്ചുകൊണ്ട്, അവരോട് സങ്കടം പറഞ്ഞുകൊണ്ട്, അവരോട് പാപവും തേടിക്കൊണ്ട് അവരെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ശുപാർശക്കാരാണ് ഒരു വിശ്വാസം നിലർത്തി പോന്നിരുന്നവരായിരുന്നു മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ വൈബിയായ നിലക്കുള്ള സഹായഭ്യർത്ഥനകൾ, ഇടപാടുകൾ മുഴുവനും അതെന്താവുന്നു? ആരാധനകളാവുന്നു. ആരാധനകരൻ അള്ളാഹു ആകുന്നു. അള്ളാഹു അല്ലാതെ ആരാധനകരനായി മറ്റാരുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനകരനായി മറ്റാരുമില്ല എന്നുള്ള സന്ദേശമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നാമതായിട്ട് ജനങ്ങളോട് പ്രബോധനം ചെയ്തത്. അയ്യുഹന്നാസ്, ജനങ്ങളെ, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, പറയുക ജനങ്ങളെ, ഖൂലു, നിങ്ങൾ പറയുവിൻ, പ്രഖ്യാപിക്കുവിൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനായി മറ്റാരുമില്ല എന്ന് പ്രഖ്യാപിക്കുവിൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്തു. ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം അറിയാവുന്ന മക്കയിലുള്ള മുശ്രിക്കുകൾ, ഭൂരിപക്ഷം മക്കയിലുള്ള മുശ്രിക്കുകളും കൂട്ടാക്കിയില്ല. കാരണം അതിൻ്റെ അർത്ഥം അവർക്കറിയാമായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രതിജ്ഞ ചെയ്താൽ പിന്നീട് ഇബ്രാഹിം നബി ഇസ്ലാമിന് നേർച്ചകൾ അർപ്പിക്കാനോ അതേപോലെ തന്നെ മറ്റു മരിച്ച മഹാന്മാരോട് സങ്കടം പറയാനോ ശുപാർശയ്ക്ക് വസിയത്ത് ചെയ്യുവാനോ അവരുടെ പേരിൽ അറുക്കുവാനോ ഒന്നും പാടുണ്ടാവുകയില്ല. കാരണം അതെല്ലാം ആരാധനകളാവുന്നു. ആരാധകൻ അള്ളാഹു ആവുന്നു എന്നാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലയുടെ പൊരുൾ. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അധികം മുശ്രിക്കുകളും അത് ചൊല്ലുവാൻ, സ്വീകരിക്കുവാൻ തയ്യാറായില്ല.
പല ന്യായങ്ങളും പറഞ്ഞുകൊണ്ട് അവരെ എതിർക്കുകയായിരുന്നു. പൂർവികന്മാരായ വാപ്പപ്പന്മാരുടെ ഞങ്ങൾ ഇത്തരത്തിലുള്ളൊരു കാര്യം കേട്ടിട്ടില്ല, ഞങ്ങളിവരൊക്കെ ആരാധിക്കുന്നത് അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കുവാൻ വേണ്ടിയാവുന്നു, അള്ളാഹുവിലേക്ക് ഞങ്ങൾ ആയിക്കൊണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭൂരിപക്ഷം കാരും മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ അത് സ്വീകരിക്കുവാൻ തയ്യാറായില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്നാൽ നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളാണ് അഹ്ലുസുന്നത്ത് ജമാഅത്ത് എന്ന് വാദിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുകയും ബരീങ്ങളെ രക്ഷിക്കണേ, മുതിശയ്ക്ക് ആക്കണേ, മുത്തുനബിയെ പാപ്പമൂർത്തിയണമേ എന്നിങ്ങനെ ആരാധനയുടെ മുഖ്യമായ ഘടകങ്ങൾ മരിച്ചുപോയ മഹാന്മാർക്ക് സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ദുആഉൽ ഇബാദ, ദുആ അത് ആരാധനയാകുന്നു, ആരാധനക്കാരൻ അള്ളാഹു ആകുന്നു. അതുകൊണ്ട് നേർച്ചകളും വഴിപാടുകളും പാപം തേട്ടങ്ങളും ഒക്കെ തന്നെ അള്ളാഹുവിന് സമർപ്പിക്കുക. അള്ളാഹുവാണ് ആരാധനക്കാരൻ. ഖുർആൻ ഓതിക്കൽപ്പിച്ചുകൊണ്ട് അതിന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരണം നൽകിക്കൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തൗഹീദിലേക്ക് ക്ഷണിച്ചു. കാരണം ആരാധനകൾ അള്ളാഹുവിനെ അർപ്പിക്കുക എന്നുള്ളത് തൗഹീദാവുന്നു. തൗഹീദ് കൂടി മരിച്ചു കഴിഞ്ഞാൽ മരണാനന്തരം സ്വർഗം ലഭിക്കും. അതിന് വിപരീതമായി ആരാധനകൾ സെട്ടികൾ അർപ്പിച്ചുകൊണ്ട് മരിച്ചു പോയാൽ ഷിർക്കിൽ അകപ്പെടും. ഷിർക്കോടുകൂടി മരണപ്പെട്ടു പോയാൽ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നുള്ള കാര്യമാണ് മുഖ്യമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്ത്. അതുകൊണ്ട് അല്ലാഹു തആല പാപങ്ങളൊക്കെ പൊറുക്കുന്നവനാണ്. എല്ലാ പാപങ്ങളും അല്ലാഹു തആല പുറത്തു വരും. അതുകൊണ്ട് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കണം. എന്നുള്ള ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ റആ മിൻ അമീരിഹി ശൈഅൻ യക്റഹുഹു ഫലസ്ബിർ അലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അമീറിൽ നിന്നും നേതൃത്വത്തിൽ നിന്നും എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത കാര്യം, വെറുക്കപ്പെട്ട കാര്യം വല്ലവനും കണ്ടാൽ ഫലസ്ബിർ ക്ഷമിക്കട്ടെ എന്ന് പറഞ്ഞാൽ സംഘടനയിൽ നിന്നും വിട്ടുപോകാതെ അള്ളാഹും അള്ളാഹു റസൂലും വെറുക്കപ്പെട്ടൊരു കാര്യമാണ്, വിരോധിക്കപ്പെട്ട കാര്യമാണ്, കുറ്റകരമായ കാര്യമാണ് അമീർ നമ്മോട് കൽപ്പിച്ചതെങ്കിൽ അത് പ്രവർത്തിക്കേണ്ടതില്ല. ഹറാമായൊരു കാര്യം മാതാപിതാക്കളാകട്ടെ
ഗുരുനാഥന്മാരാകട്ടെ നേതാക്കന്മാരാകട്ടെ ആര് പറഞ്ഞാലും ഹറാമായ കാര്യം പ്രതിഷ്ഠിക്കേണ്ടതില്ല. എന്നാൽ അക്കാരണത്താൽ നേതൃത്വത്തിൽ നിന്നും പിണങ്ങിപ്പോകാൻ പാടുള്ളതല്ല. നേതൃത്വത്തിന് കീഴിൽ തന്നെ നിൽക്കണം. കാര്യം അനുസരിക്കേണ്ടതില്ല. ക്ഷമയോടുകൂടി ഏത് നേതൃത്വത്തിലാണോ ഏത് സംഘടനയിലാണോ നാം ഉള്ളത് ആ സംഘടനയിൽ തന്നെ നിൽക്കണം. അക്കാര്യം അല്ലാഹുവും റസൂലും വെറുക്കിട്ടപ്പെട്ടൊരു കാര്യം നമ്മൾ സ്വീകരിക്കേണ്ടതില്ല. കാരണം മിൻ അമീരി ഷൈൻ യക്റഹു, എല്ലാവരും തൻ്റെ അമീരിൽ നിന്നും അവനക്ക് വെറുക്കപ്പെട്ടൊരു കാര്യം കണ്ടാൽ പരസ്പരം ക്ഷമിക്കട്ടെ, അത് പ്രവർത്തിക്കാതെ ക്ഷമിച്ചുകൊണ്ട് തന്നെ സംഗതി തുറുക. പരസ്പരമായി എന്നോട് ക്ഷമിക്കുക, നമ്മൾ സ്വീകരിക്കണ്ട, മാറി നിൽക്കുക. എന്നാൽ സംഘടന വിട്ടു പോകരുത്. കാരണം വല്ലവരും സംഘടന വിട്ടു പോയാൽ ഫൈന്നഹു മൻ ഫാറഖൽ ജമാഅത്ത, വല്ലവരും സംഘടനയിൽ നിന്നും ഭിന്നിച്ചാൽ വിട്ടുപോയാൽ ഷിബറൻ, സംഘടനയിൽ വല്ലവരും അകന്നു പോയാൽ ഷിബറൻ ഒരു ചാൻ, ഞാൻ സ്വല്പമെങ്കിലും അക്കാരണത്താൽ സംഘടനയിൽ വിട്ടുപോയി മറ്റൊരു സംഘടനയിൽ ചെന്ന് ചേർന്നു എന്നൊക്കെ മനസ്സിലാക്കുക. കാരണം സംഘടനകളുണ്ടല്ലോ അവിടെ. എങ്കിൽ ഫമാത്ത, അപ്പോൾ മരിക്കുക തന്നെയും ഇല്ല മീതം ജാഹിലിയ, ജാഹിലിയ മരണമല്ലാത്ത ഒരു മരണം. അല്ലാതെയല്ല അവൻ്റെ മരണം എന്ന് പറഞ്ഞാൽ ഫമാത്ത ഇല്ല മീതം ജാഹിലിയ, ജാഹിലിന് മരണമല്ലാത്ത ആയിരിക്കില്ല അവൻ്റേത് എന്ന് പറഞ്ഞാൽ ജാഹിലിന് മരണമായിരിക്കും അവനുണ്ടാവുക. അനിസ്ലാമായി മുസ്ലിം അല്ലാതെ മരിച്ചു പോകും എന്നുള്ളതാണ് ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ കാലഘട്ടം നമുക്ക് ഇത് പരിശോധിച്ച് നോക്കാം. ഇവിടെ കേരളത്തിൽ ഒറ്റ സംഘടനയായിരുന്നു ഉണ്ടായിരുന്നത്, കേരള ജമിഅത്തുൽ ഉലമ. 921 ഐക്യസംഘം ഉണ്ടാക്കുകയും അന്നുണ്ടായിരുന്ന എല്ലാ പണ്ഡിതന്മാർ, അന്ന് മുജാഹിദ് ജമാഅത്ത്, ഖാദിയാനി, തബ്ലീഗ്, ഇങ്ങനെ പല സംഘങ്ങൾ എന്തില്ല ഇവിടെ കേരളത്തിലില്ല. ഒറ്റ സംഘടന. അങ്ങനെ പണ്ഡിതന്മാരെല്ലാവരും കൂടി ഒരുമിച്ച് ഒരു കുടക്കീഴിൽ ഐക്യസംഘം 921 ഉണ്ടാക്കുകയും 924 കേരള ജമിഅത്തുൽ ഉലമ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഖുർആനും ഹദീസും അനുസരിച്ച് ജനങ്ങളെ ഉത്ഭവം ചെയ്യുക എന്നുള്ളതായിരുന്നു പ്രമേയം. 924 വരെ, 24 മുതൽ 26 വരെ ഒരുമിച്ച് പ്രവർത്തിച്ചു. 926 അതിൽ നിന്നും ഒരു വിഭാഗം പിരിഞ്ഞുപോയി. സമസ്ത കേരള ജമിഅത്തുൽ ഉലമ എന്ന പേരിൽ മറ്റൊരു സംഘടന ഉണ്ടാക്കി. 926 അവർ രജിസ്റ്റർ ചെയ്ത് പൂർവീകമായ വാപ്പമാർ ചെയ്തുപോലെ മൗലൂദ്, റാത്തീബ്, ഹദാബത്ത്, കുത്തുവൈത്തുകൾ, മരിച്ചവരോട് സഹായാഭ്യർത്ഥന, മരിച്ചവർക്ക് നേർച്ചകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പറ്റുന്നോളം അനാചാരങ്ങൾ ഖുർആൻ ഹദീസോ തെളിവില്ലാതെ എതിരാക്കുകയും അങ്ങനെ സഭ കൂടി പാസ്സാക്കുകയും അങ്ങനെ അതായി ആ പ്രമാണം സ്വീകരിച്ചുകൊണ്ട് അനാചാരങ്ങൾ പിന്നാലെ കൂടുകയും ചെയ്തു. സംഘടനയിൽ നിന്നും പുറത്തുപോയി. പിന്നീട്
പല സംഘടനകളും പല നേതാക്കന്മാരും പിന്നാലെയും പല കാരണങ്ങളാലും തെറ്റിപ്പിരിഞ്ഞു പോയി പല സംഘടനക്കാരായിരിക്കുകയാണ്. അപ്പോൾ സംഘടനകൾക്കൊക്കെ തന്നെ വീണ്ടും 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 ഭിന്നിച്ചുകൊണ്ടിരിക്കുന്നു, കക്ഷികളായിക്കൊണ്ടിരിക്കുന്നു. ആ കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ നമുക്ക് പാഠം നൽകുന്നത്. എന്തുകൊണ്ടാണ് പല കക്ഷികളായി ജനങ്ങൾ പിരിയേണ്ടി വന്നത്? ഇവരൊക്കെ നമസ്കരിക്കുന്നവർ തന്നെയാണല്ലോ, മുസ്ലിമീങ്ങളാണല്ലോ എല്ലാവരും. മുസ്ലിമീങ്ങളെന്ന് പറഞ്ഞാൽ സ്വയം ഞാൻ മുസ്ലിമാണെന്ന് പറയാൻ ഇഷ്ടപ്പെടുകയും നമസ്കാരം നിർത്തുകയും ചെയ്യുക. നമസ്കരിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. ആ ബൈന അബ്ദി കുഫ്രി തുഖ്സലാ. ആ മോദന വ്യത്യാസം നമസ്കാരമാണ്. നിസ്കരിക്കുന്നവർ മുസ്ലിങ്ങൾ, നിസ്കരിക്കാത്തവർ കാഫിർ. അങ്ങനല്ലേ വിശ്വാസം പരിചയപ്പെടുന്നത്. അപ്പം മുസ്ലിമീങ്ങൾ പല കക്ഷികളായി പിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനിയും പിരിയും എന്നുള്ളത് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പം അതിൻ്റെ ഗൗരവം നമ്മളെന്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളുടെ നിൽക്കുന്ന സംഘടന യിൽപ്പെട്ട നേതാക്കന്മാർ നമ്മളോട് അള്ളാഹു റസൂലോ ഇഷ്ടപ്പെടാത്തൊരു കാര്യം കൽപ്പിക്കുമ്പോൾ അതനുസരിക്കാതിരിക്കുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടത്. എന്നല്ലാതെ സംഘടനയിൽ നിന്നും പിരിഞ്ഞുപോയി മറ്റ് സംഘടന ഉണ്ടാക്കുകയോ അല്ല ഉണ്ടാക്കിയ സംഘടനയിൽ പോയി ചേരുകയോ ചെയ്താൽ ജാഹിലിയ മരണമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ. ഇത്തരം കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കി ഉൾക്കൊള്ളുവാനും മറ്റോട് പഠിപ്പിച്ചു കൊടുക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم إنا نسألك من خير ما سألك نبيك محمد صلى الله عليه وسلم ونعوذ بك من شر ما استعاذ من نبيك محمد صلى الله عليه وسلم. أنت المستعان وإليك البلاغ لا حول ولا قوة إلا بالله. ربنا تقبل منا دعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. അല്ലാഹുവേ, ധാരാളം പ്രയാസങ്ങൾ, ഞെരുക്കളും ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കുണ്ട്. ആശുപത്രികളിൽ രോഗികളായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ വീടുകളിലും രോഗികളെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. അവരെ ഞങ്ങൾ ദുആക്ക് വസിയത്ത് ചെയ്തവരുണ്ട്. ഞങ്ങൾ യാത്ര പോയവരുണ്ട്, തിരിച്ചു വരേണ്ടവരുണ്ട്, യാത്ര പോകേണ്ടവരുണ്ട്. അവർക്കും ഞങ്ങൾക്കും ഉണ്ടാകുന്ന എല്ലാ ദുരിതങ്ങളിലും അല്ലാഹുവേ നീ തുറവി നൽകണമേ. ഇത്തരം ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലാഹു പരീക്ഷണമാണെന്ന് കരുതി ക്ഷമിക്കുവാനും മുഅ്മിനായി തന്നെ ജീവിച്ചു മരിച്ച് ഖബർ ജീവിതത്തിലും പരലോക ജീവിതത്തിലും ഉണ്ടാകാൻ പോകുന്ന എല്ലാ ദുരിതങ്ങളും തുറവി നൽകിക്കൊണ്ട് ഞങ്ങളെല്ലാവരെയും നിൻ്റെ ഇഷ്ടപ്പെട്ട അടിയാനന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി തരുകയും ചെയ്യണമേ. ആമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.